കാണാനൊക്കെ കൊള്ളാം അല്ലേ? അതെ കൊള്ളാം. നിനക്ക് വിഷമമുണ്ടല്ലോ. നന്നായിട്ടുണ്ട്. ഇവിടെ എന്ത് കോളേജ് ആണ്, അന്ന് ജയിലിനേക്കാളും കഷ്ടമാണ് ഇപ്പൊ. പിള്ളേർക്കൊക്കെ ഒരേ അഭിപ്രായം. ഇപ്പൊ വരാൻ തന്നെ മടുപ്പാണ്. ഇവിടെ ഇങ്ങനൊന്നും അല്ലായിരുന്നു. ഇങ്ങനൊന്നും അല്ലായിട്ടുള്ള അല്ല ഈ ക്യാമ്പസ് ഇങ്ങനൊന്നും അല്ലായിരുന്നു. ഇതിപ്പോ 2 കൊല്ലമായിട്ട് എങ്ങനെയാണ് പഠിക്കണം അറിയാൻ പാടില്ല. ഇനിയും ഉണ്ട് 1 വർഷം കൂടി. ഇങ്ങനെയൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയാണ്. പക്ഷെ കഴിഞ്ഞ നമ്മളെ ക്യാമ്പസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ കഴിഞ്ഞില്ലേ? അല്ല, നീ പറഞ്ഞില്ല നേരത്തെ ക്യാമ്പസ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. പിന്നെ എങ്ങനെയായിരുന്നു? ഇതിപ്പോ 2 കൊല്ലം മുന്നേയുള്ള കഥയല്ലേ നീ പറയുന്നത്? എന്താടാ ഈ കോളേജിൽ ഇത്ര പെട്ടെന്ന് മാറിപ്പോയ? അന്ന് ഈ ക്യാമ്പസിൽ പിള്ളേർക്ക് ഒരു പവർ ഉണ്ടായിരുന്നു. അതിന് കാരണം അവർക്ക് വേണ്ടി ശക്തമായി നിൽക്കാൻ ഇവിടെ യൂണിയൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിള്ളേർ അയക്കുന്ന ക്യാമ്പസ് വർക്ക് കിട്ടി. ഒരു യൂണിയൻ ആണാ ക്യാമ്പസിനെ ക്യാമ്പസായിട്ട് നിലനിർത്താൻ പ്രധാന പങ്ക് വഹിക്കുന്നു. അങ്ങനെ യൂണിയൻ കെ അന്ന് ഭരിച്ചു. എന്നാൽ ഇന്നങ്ങനെയുണ്ടല്ലോ, മാനേജ്മെന്റ് കടപ്പെട്ട് നിൽക്കുന്ന യൂണിയൻ അല്ലേ കെ 2 പേരോട് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. കുറെ വ്യാജവാഗ്ദാനങ്ങൾ പിള്ളേരെ പറഞ്ഞ് പറ്റിച്ചല്ല അവർ യൂണിയൻ കഴിക്കലാക്കി. എന്നിട്ട് എന്തിനു നടന്നു? അതുമില്ല. പിറ്റേ വർഷം ചെയ്തു വീട് തെറ്റുകളൊക്കെ തിരുത്താൻ വേണ്ടി ഒരവസരം ചോദിച്ച് പിന്നെയും കയറിക്കൂടി. എന്നാൽ അത് കഴിഞ്ഞ വർഷത്തേക്കാ പരാജയമായ മറ്റൊന്നാണ്. അല്ലാതെ വേറെ നടന്നില്ല. ആ സമയം കൊണ്ട് മാനേജ്മെന്റ് ചെയ്തു വീട് തെറ്റിലെല്ലാം കൂട്ടുവന്നിട്ട് മാനേജ്മെന്റിന് വേണ്ടപോലെ പരിപാടി നടത്തി അവരുടെ മാനേജ്മെന്റിനെ ക്യാമ്പസ് ശക്തമാക്കി. അങ്ങനെയാണ് ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ അവകാശവും ആസ്വാദനവും നിശ്ചയിക്കപ്പെട്ടു തുടങ്ങിയത്. അപ്പോൾ നല്ലൊരു ക്യാമ്പസ് ആണ്, നല്ലൊരു യൂണിയൻ വന്നാൽ മതിയല്ലേ? ആണ്. അങ്ങനെ ഒരു യൂണിയൻ ഈ ക്യാമ്പസ് തിരിച്ചു വരുമോ? തിരിച്ചു വരും.